സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാറിന്റെ പേരെന്ന് പറയോ? എൻ്റെ പേര് സുരേഷ് നായർ. മാഡത്തിന്റെ പേര്? എൻ്റെ ജയശ്രീ. ജയശ്രീ. വീട് വടയാറ്. സാർ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ARലായിരുന്നു. റിട്ടയർമെന്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. RK ഓർഗാനിക് സെന്ററിൽ നിന്ന് വന്നതാണല്ലേ? ആദ്യമായിട്ട് വന്നതാണല്ലേ? ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഉദ്ദേശം വെച്ചാൽ എനിക്ക് കുറച്ച് തെങ്ങിന്റെ തൈകളും ഇതുപോലുള്ള ചെറിയ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ പ്രോബ്ലം ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു വളപ്രയോഗം ഒന്ന് സാറിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ വന്നതാണല്ലേ? ഇവിടെ വന്ന് നമ്മുടെ ഈ നഴ്സറിയിലൊക്കെ കണ്ടിട്ട് എന്തോ സാധനം തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷം തോന്നുവെച്ചാല് ഫ്രൂട്ട്സ് കണ്ടപ്പോഴാണ് സന്തോഷം. ആണല്ലേ? ചെടികൾ കണ്ടിട്ട് കാര്യമില്ല, ചെടികളിൽ ഫ്രൂട്ട്സ് കൂടെ വേണമല്ലോ. അതെ 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 അതെ. സാറിന്റെ തൊട്ട് ബാക്കില് ഇത് കണ്ടല്ലേ, ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിളിന്റെ കണ്ടല്ലേ? അതാണ്. അതെല്ലാം നിൽക്കുന്നത് കവറിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ പറിച്ചോളാൻ പറഞ്ഞ് ജാമ്പങ്ങ പറിച്ചോളാൻ പറഞ്ഞ് ഞാൻ 4-5 പറിച്ചെടുത്തതാണ്. ഇതില് ഇങ്ങനെ കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടല്ലേ? ഇത്രയൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോ ഗ്രോത്തും അതുപോലെ തന്നെ ഇത്രയും കായ്ഫലം കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ? ഇപ്പോൾ മഴക്കാലാണെങ്കിലും നമുക്കിവിടെ ചാമ്പ ഇപ്പം എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ എന്നാലും ഇത് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. കുറേ ഞങ്ങൾ പറിച്ചു, പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ തായ്ലൻഡ് വെറൈറ്റിയാണ് വരുന്നത്. ഒരു വൈറ്റ് കളർ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ റെഡും ഉണ്ട്. നല്ല ഇതാണ്. അതുപോലെ തന്നെ സീഡ്ലെസ് ലെമണൊക്കെ ആണെങ്കിലും ഇതേ ഉണ്ടല്ലേ? ദിലീപ് അല്ലേ? എവിടെ വീട്? എവിടെയാ? തലവലപ്പറമ്പിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഞങ്ങളുടെ ഫാമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഉള്ളല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്ലാന്റ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാൻ പറ്റും. പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നല്ലത് എവിടെയെങ്കിലും വാങ്ങാൻ പറ്റും. പക്ഷെ അത് വളർത്തിയെടുത്ത് അതിൻ്റെ ഫ്രൂട്ട് ആക്കിയെടുക്കാനൊക്കെയുള്ള ആ ടെക്നോളജിയാണ്. അപ്പോൾ ആ ടെക്നോളജിയാണ് നമ്മളിവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി, ആ കമ്പനിയുടെ പ്രോഡക്ട്സാണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇത് നമ്മൾ കൊറിയറായിട്ടും പാഴ്സലായിട്ടും ഒക്കെ അയച്ചു കൊടുക്കുന്നു. ഇത് ഫെർട്ടിലൈസറൊക്കെ. കാരണം ഇത് നാനോ ഫോമിൽ വരുന്നതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഓരോ പ്രദേശത്തും ഈ കൃഷിയോട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മുഖാന്തരം നമുക്കിത് ആ പ്രദേശങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ലാഭകരമല്ല, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ഒത്തിരി വരുന്നു. ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ. അപ്പോൾ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി, നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലുള്ള കൃഷിയും പരമ്പരാഗത കൃഷി അതിനോടൊപ്പം തന്നെ ആധുനിക ടെക്നോളജിയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കൃഷി, ഒരു സമ്മിശ്ര കൃഷി രീതിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ കൃഷിയിൽ എന്തെങ്കിലും റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പിൻവാങ്ങി